7 മാരക പാപങ്ങളിലൂടെയാണ് കൊലയാളി മുന്നോട്ടു പോകുന്നതെന്ന് സോമർസെറ്റ് മനസ്സിലാക്കി. This was found behind the same refrigerator, written in Greece. There are 7 deadly sins, Captain. Gluttony, greed, sloth, wrath, pride, lust, and envy. 7 ഒരു ക്രൈം ത്രില്ലർ മാത്രമല്ല, മനുഷ്യന്റെ പാപം, ധാർമ്മികത, നിസ്സഹായത എന്നിവയെക്കുറിച്ചുള്ള ഒരു ഡാർക്ക് മെഡിറ്റേഷനാണിത്. ഡേവിഡ് ഫിഞ്ചറുടെ 1995-ൽ പുറത്തിറങ്ങിയ ഈ മാസ്റ്റർപീസ് അതിന്റെ ഡാർക്ക് ടോണും ഹോണ്ടിംഗ് വിഷ്വൽസും സിനിമാ ചരിത്രത്തിലെ മറക്കാനാവാത്ത ക്ലൈമാക്സും എന്നിവയാൽ പ്രശസ്തമാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7 എന്ന സിനിമയുടെ കഥ, തീംസ്, പിന്നെ അതിന്റെ ഞെട്ടിപ്പിക്കുന്ന ക്ലൈമാക്സ് എന്നിവയാണ്. മോർഗൻ ഫ്രീമാൻ അവതരിപ്പിക്കുന്ന ഡിറ്റക്റ്റീവ് വില്യം സോമർസെറ്റ് എന്ന വെറ്ററൻ ഡിറ്റക്റ്റീവിനെയാണ് ചിത്രം പിന്തുടരുന്നത്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ അദ്ദേഹം റിട്ടയർ ആകും. ബ്രാഡ് പിറ്റ് അവതരിപ്പിക്കുന്ന ഡേവിഡ് മിൽസ് എന്ന യുവ ഡിറ്റക്റ്റീവാണ് അദ്ദേഹത്തിന്റെ പാർട്ട്ണർ. പേര് വെളിപ്പെടുത്താത്ത ഒരു നഗരത്തിലാണ് അവർ ജോലി ചെയ്യുന്നത്. എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇരുണ്ട നഗരം. വളരെ വൃത്തിഹീനമായ ഈ സ്ഥലം സിനിമയുടെ ഒരു ടോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. അമിതവണ്ണമുള്ള ഒരു മനുഷ്യൻ നിർബന്ധിതമായ ഭക്ഷണം കഴിച്ച് വയറുപൊട്ടി മരിച്ച ഒരു ക്രൈം സീനിലേക്ക് ഡിറ്റക്റ്റീവ് എത്തുകയാണ്. ഈ രംഗത്തിൽ സോമർസെറ്റിനും മിൽസിനുമിടയിലുള്ള വ്യത്യാസം വ്യക്തമാണ്. പരിചയസമ്പന്നനായ സോമർസെറ്റ് ഓരോ ചെറിയ ഡീറ്റെയിലുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ മിൽസ് അക്ഷമനാണ്. കേസിൽ എന്തോ ഒരു അസ്വാഭാവികതയുണ്ടെന്ന് വിശ്വസിക്കുന്ന സോമർസെറ്റ് മിൽസിന് ഈ കേസ് കൈകാര്യം ചെയ്യാനുള്ള മെച്യൂരിറ്റി ഇല്ലെന്ന് പറഞ്ഞ് അയാളെ ഇതിൽ ഉൾപ്പെടുത്തരുതെന്ന് ക്യാപ്റ്റനോട് പറയുന്നു. ക്യാപ്റ്റൻ ഇതിനോട് യോജിക്കാതെ ഇരുവരെയും കേസിൽ തുടരാൻ പറയുന്നു. അധികം താമസിയാതെ മറ്റൊരു കൊലപാതകം നടക്കുന്നു. ഒരു ക്രിമിനൽ ലോയർ തന്റെ ശരീരത്തിൽ നിന്നും മാംസം സ്വയം മുറിച്ചുമാറ്റാൻ നിർബന്ധിതനാക്കുന്നു. അയാൾ രക്തം വാർന്നു മരിക്കുന്നു. കൂടാതെ ഗ്രീഡ് എന്ന് രക്തത്തിൽ തറയിൽ എഴുതിയിരുന്നു. തുടക്കത്തിൽ സോമർസെറ്റിന് താൽപ്പര്യമില്ലായിരുന്നു. എന്നാൽ ആദ്യത്തെ ഇരയെ കില്ലർ നിർബന്ധിച്ച് കഴിപ്പിച്ച പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് താൽപ്പര്യം തോന്നി. അദ്ദേഹം ക്രൈം സീൻ വീണ്ടും സന്ദർശിക്കുകയും പ്ലാസ്റ്റിക് തറയിൽ നിന്നും ചുരണ്ടിയതായും ഒരു കുറിപ്പും പിന്നെ ഗ്ലട്ടണി എന്ന വാക്കും റെഫ്രിജറേറ്ററിന് പിന്നിൽ എഴുതിയതായും കണ്ടെത്തുന്നു. 7 മാരക പാപങ്ങളിലൂടെയാണ് കൊലയാളി മുന്നോട്ടു പോകുന്നതെന്ന് സോമർസെറ്റ് മനസ്സിലാക്കുന്നു. This was found behind the same refrigerator, written in Greece. There are 7 deadly sins, Captain. Gluttony, greed, sloth, wrath, pride, lust, and envy. ഇത് റാൻഡമായ കൊലപാതകമല്ല. കൊലപാതകി തന്റെ വിശ്വാസപ്രകാരം പാപം ചെയ്തുവെന്ന് തോന്നുന്ന ആളുകളെ ശിക്ഷിക്കുകയാണ്. ഇതുവഴി അയാൾ സമൂഹത്തിന് ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു. 7 ഡെഡ്ലി സിൻസ് അഥവാ 7 മാരകമായ പാപങ്ങളുടെ ഉത്ഭവം 4-ാം നൂറ്റാണ്ടിലെ ഒരു ക്രിസ്ത്യൻ അസെറ്റിക്കായ എവാഗ്രീസ് പോണ്ടിക്കസ് എന്ന സന്യാസിയിൽ നിന്നാണ്. ഗ്ലട്ടനി, ലസ്റ്റ്, ഗ്രീഡ്, സാഡ്നസ്, ആങ്കർ, ഡെസ്പെയർ, വെയിൻഗ്ലോറി ആൻഡ് പ്രൈഡ് എന്നിങ്ങനെ മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന 8 ദുശ്ചിന്തകളെക്കുറിച്ച് അദ്ദേഹം എഴുതി. സാധാരണക്കാരെ സദാചാരം പഠിപ്പിക്കാൻ വൈദികർ ഇവ ഉപയോഗിച്ചു. ഡാന്റേസ് ഡിവൈൻ കോമഡി പോലുള്ള പുസ്തകങ്ങൾ പരിശോധിച്ച് സോമർസെറ്റ് ഈ പാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നു. ചെയ്ത പാപങ്ങൾക്കനുസരിച്ചും പാപികളെ ശിക്ഷിക്കുന്നതിനെക്കുറിച്ച് വിവരണം നൽകുന്ന ഒരു 14-ാം നൂറ്റാണ്ടിലെ ബുക്കാണിത്. അതേസമയം അന്വേഷണത്തിന്റെ മെഥോഡിക്കലായ സ്വഭാവവുമായി മിൽസ് ബുദ്ധിമുട്ടുന്നു. നേരിട്ടുള്ള സമീപനമാണ് അയാൾക്ക് കൂടുതൽ താൽപ്പര്യം. സോമർസെറ്റിന്റെ ജാഗ്രതയുള്ള സമീപനവുമായി അയാൾ പലപ്പോഴും ചേർന്നു പോവാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഡേവിഡിന്റെ ഭാര്യ ട്രേസി മിൽസ് കഥയിലേക്ക് കടന്നുവരുന്നത്. ട്രേസി സോമർസെറ്റിനെ അത്താഴത്തിന് ക്ഷണിക്കുമ്പോൾ മിൽസിനും സോമർസെറ്റിനും ഇടയിലുള്ള ടെൻഷൻ കുറയ്ക്കുന്നതിൽ അവൾക്ക് ഒരു പ്രധാന പങ്കുണ്ട്. ഈ അത്താഴത്തിന് ശേഷമാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അന്വേഷണം ഒരു രൂപമെടുക്കാൻ തുടങ്ങുന്നു. 2ാമത്തെ ക്രൈം സീനിൽ കൊലയാളി ഫിംഗർ പ്രിന്റ്സ് അവശേഷിപ്പിച്ചിരുന്നു. അത് അവരെ ഒരു പ്രതിയിലേക്ക് നയിക്കുന്നു. അവർക്ക് അവരുടെ കില്ലറിനെ കിട്ടിയെന്ന് വിശേഷിക്കുന്നു. പക്ഷേ അത് അടുത്ത ഇരയിലേക്ക് പോലീസിനെ നയിക്കാനുള്ള കൊലയാളിയുടെ തന്ത്രമായിരുന്നു. ഒരു ഡ്രഗ് ഡീലറാണ് ഇര. അയാളെ ഡ്രഗ്സ് ഇഞ്ചെക്ട് ചെയ്യുകയും ഒരുപാട് കാലം ടോർച്ചർ ചെയ്യുകയും ചെയ്തു. അയാൾ മരിച്ചില്ല, പക്ഷേ ഒരു ക്രിട്ടിക്കലായ അവസ്ഥയിലായിരുന്നു. അയാളുടെ പാപം സ്ലോട്ട് അഥവാ മടിയായിരുന്നു. റീഡിൽ ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്ത് ഡിറ്റക്റ്റീവ്സ് കൊലയാളിയുടെ ഐഡന്റിറ്റി കണ്ടെത്തുന്നു. അവന്റെ പേര് ജോൺ ഡോ. അവർ അവന്റെ അപ്പാർട്ട്മെന്റിലെത്തുന്നു, പക്ഷേ അവൻ രക്ഷപ്പെടുന്നു. അവസാനം മിൽസിനെ ആക്രമിക്കുകയും കൊലയാളി അവന്റെ തലയിൽ ഗൺ വയ്ക്കുകയും ചെയ്യുന്നു, പക്ഷേ അവനെ കൊല്ലുന്നില്ല. ജോൺ ഡോ പിന്നീട് ലസ്റ്റ് ആൻഡ് പ്രൈഡ് എന്നീ പാപങ്ങൾക്കായി 2 സ്ത്രീകളെ മൃഗീയമായ രീതിയിൽ കൊല്ലുന്നു. ക്ലൈമാക്സിന് മുൻപുള്ള സീനിൽ ജോൺ ഡോ സ്വയം പോലീസിന് കീഴടങ്ങുന്നു. അതൊരു കാൽക്കുലേറ്റഡായ സറണ്ടറായിരുന്നു, അവന്റെ പ്ലാനിന്റെ മറ്റൊരു പടി.
മിൽസും സോമർസെറ്റും താൻ പറയുന്ന ലൊക്കേഷനിലേക്ക് അവനോടൊപ്പം പോയാൽ അവസാനത്തെ 2 ഇരകളെയും വെളിപ്പെടുത്താമെന്ന് ഡോ ഒരു ഡീൽ മുന്നോട്ട് വയ്ക്കുന്നു. അവസാനത്തെ 2 സീൻസ് എൻവി ആൻഡ് റാത്ത്. മിൽസും സോമർസെറ്റും അംഗീകരിക്കുന്നു. അവർ പ്രതിയുടെ കൂടെ വിജനമായൊരു പ്രദേശത്തെത്തുന്നു. പിന്നീട് അവിടെ ഒരു ഡെലിവറി വാൻ എത്തുന്നു. ഒരു പാക്കേജ് തുറക്കുന്നു. ആ ബോക്സ് തുറക്കുമ്പോൾ സെറ്റിന്റെ മുഖത്തൊരു ഭീതി പടരുന്നു. ആ ബോക്സിനുള്ളിൽ അവസാനത്തെ 2 പാപങ്ങളും പൂർത്തിയാക്കുന്ന ഒരു ട്വിസ്റ്റായിരുന്നു. ജോൺ ഡോ താൻ ചെയ്ത പാപം ഡിറ്റക്റ്റീവ് മിൽസിനോട് ഏറ്റുപറയുന്നത് മിൽസിന് ഭാര്യയുമായി ഉണ്ടായിരുന്ന ജീവിതത്തിൽ തനിക്ക് അസൂയയുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് അവൻ ട്രേസിയെ കൊന്ന് അവരുടെ തലവെട്ടിയെടുത്ത ബോക്സിൽ വെച്ച് ഡിറ്റക്റ്റീവ് മിൽസിനെ സഹിക്കാനാവാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. മിൽസ് റാറ്റ് ആയി മാറി തന്റെ ഭാര്യയെ കൊന്നതിന് പ്രതികാരം ചെയ്യുമെന്ന് ജോൺ ഡോ പ്രതീക്ഷിക്കുന്നു. ഇടപെടാൻ കഴിയാതെ സോമർസെറ്റ് തന്റെ പാർട്ട്ണറുടെ ലോകം തകർന്നടിയുന്നത് നോക്കി നിൽക്കുന്നു. ജോൺ ഡോ അവന്റെ പ്ലാൻ ഡിസൈൻ ചെയ്തതുപോലെ പൂർത്തിയാക്കി വിജയിക്കുന്നു. 7 വെറും ഒരു സീരിയൽ കില്ലർ ത്രില്ലർ മാത്രമല്ല, അതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ കൂടിയാണ്. ഡേവിഡ് ഫിഞ്ചറുടെ ഡയറക്ഷൻ ഇംപെക്കബിളായിരുന്നു. നിങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു അറ്റ്മോസ്ഫിയർ അദ്ദേഹം ഒരുക്കി. ഫ്രീമാൻ, പിറ്റ് ആൻഡ് സ്പേസിയുടെ പെർഫോമൻസുകൾ ഐക്കോണിക്കായിരുന്നു. 7നെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? താഴെ കമന്റിൽ ഞങ്ങളെ അറിയിക്കുക. കൂടാതെ കൂടുതൽ ഡീപ് ഡൈവ്സിനായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.